ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യവും സമാധാനപരമായ ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരച്ചിലിൻ്റെ ശബ്ദം കർത്താവിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. നിന്റെ കഷ്ടപ്പാടുകൾ കർത്താവ് കാണാതിരിക്കില്ല. ഈ രാത്രിയിൽ എല്ലാ വേദനയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കരച്ചിലിൻ്റെ കാലം തീരാറായിരിക്കുന്നു. നിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. അവിടുന്ന് നിന്റെ കഷ്ടതയുടെ കാലങ്ങളെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇനി നീ കരയാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഇനി നിന്നെ കർത്താവ് ശത്രുകരങ്ങളിൽ വിട്ടുകൊടുക്കില്ല. അവിടുന്ന് നിന്നെ സംരക്ഷിക്കും. കർത്താവ് നിന്നെ സഹായിക്കും, സുഖപ്പെടുത്തും. ഈ രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ അവിടുന്ന് നിന്നെ ആശീർവദിക്കും. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 41 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയി. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ബലഹീനതകളെയും കുറവുകളെയും ഏറ്റുപറഞ്ഞ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിണിതഫലമായ കഷ്ടതകളിൽ നിന്നും വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഈ രാത്രിയിൽ നീ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളുടെ കുറവുകൾക്ക് ഞങ്ങളോട് ക്ഷമിച്ച് മാപ്പ് നൽകണമേ. അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുന്നതിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കരയുന്നവൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളിൽ പാപം ചെയ്ത് ദൈവമേ, നിന്റെ ഹിതത്തിനെതിരെ പ്രവർത്തിച്ച് ഓരോ നിമിഷവും ഞങ്ങൾ അകന്നു പോയപ്പോൾ കഷ്ടപ്പാടുകൾ ഞങ്ങളെ വിട്ടുമാറാതെ നിന്നു. ദുഃഖവും ദുരിതത്തിലും ഞങ്ങൾ ആണ്ടുപോയി. കർത്താവേ, നിന്നിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത്. നിന്നിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥ നന്മകൾ ഉണ്ടാകുന്നത്. നിന്നെ അനുസരിക്കുന്നത് എത്ര ഉചിതമായ കാര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഓരോ നിമിഷവും നിന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ കഷ്ടതകളുടെ അപ്പം ഞങ്ങൾ കഴിക്കേണ്ടി വന്നു. എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കരച്ചിലിൻ്റെ ശബ്ദം നീ കേൾക്കണമേ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ നീ അറിയുന്നുണ്ടല്ലോ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കഷ്ടതകളുടെ കാലത്തെ പരിമിതപ്പെടുത്തണമേ. ഞങ്ങളുടെ സഹനങ്ങളിൽ കൂടി കർത്താവിനെ കണ്ടെത്തുന്നതിനും കർത്താവിനെ അനുസരിക്കാൻ ഇനിയുള്ള ജീവിതം മുഴുവനും മാറ്റിവെക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കരച്ചിലിൻ്റെ കാലം തീരാറായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ കർത്താവ് ഞങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ദൈവമേ, നീ ഞങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ആധിപത്യം പുലർത്തണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ നീ ആധിപത്യം പുലർത്തി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരൊപ്പി ശക്തി നൽകി സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്
ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് എളിമയുള്ള ഹൃദയത്തോടെ കിടന്നുറങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. യാത്രയിലായിരിക്കുന്നവരെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അതിരാവിലെ എഴുന്നേറ്റ് നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ വീണ്ടും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം നീ ശ്രവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കഷ്ടതകളുടെ കാലം അവസാനിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കർത്താവേ നീ കേട്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗത്തിന് സൗഖ്യം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനയെ അകറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പുതിയ പ്രത്യാശ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മേഖലയിലും നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഏർപ്പെടുത്തി നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. മറ്റുള്ള എല്ലാവരോടും ഞങ്ങൾക്കും പൂർണ്ണമായി ക്ഷമിക്കാനുള്ള ശക്തിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ കൃപാകടാക്ഷം നമ്മുടെ മേലയച്ച് നമ്മെ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കട്ടെ. അതിരാവിലെ അവിടുത്തെ കാരുണ്യം അനുഭവിക്കുവാൻ, സ്നേഹം അനുഭവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചുണർത്തി ആശീർവദിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.